പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഈ കഴിഞ്ഞ ആഴ്ച മുതിർന്ന ആളുകളെ സംബന്ധിച്ച്, പ്രായമായവരെ സംബന്ധിച്ച് ലോകം പ്രത്യേകം ഓർക്കുന്ന ദിവസമാണ് കടന്നുപോയത്. ലോകത്ത് ധാരാളം മനുഷ്യന്മാർ പ്രായമായവരായി അവശത അനുഭവിക്കുന്നവരും മക്കളോ ബന്ധുക്കളോ ശ്രദ്ധിക്കാതെ നരക യാതന അനുഭവിക്കുന്ന ധാരാളം മനുഷ്യർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കുമിഞ്ഞുകൂടുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോഴാണ് UN കണ്ണു തുറക്കുകയും അങ്ങനെ ഈ പ്രായമായ ആളുകളെ പരിരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് നമ്മുടെ യുവതലമുറയെയും ലോകത്തെയും പ്രത്യേകമായി ഉണർത്തേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടിലാണ് വയോജന ദിനം എന്നൊരു ദിനം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ദിനം ലോകമൊട്ടാകെ ആചരിച്ചാലും ആചരിച്ചിട്ടില്ലെങ്കിലും ഇസ്ലാം മതം ഈ കാര്യത്തിൽ വളരെ കൃത്യമായ നിർദ്ദേശങ്ങളും കൽപ്പനകളും അതിൻ്റെ അനുയായികൾക്ക് നൽകുന്നുണ്ട്. മാത്രവുമല്ല, പ്രായമായവരെ അവഗണിക്കുന്നതും അവരെ ശ്രദ്ധിക്കാതെ പെരുവഴിയിൽ തള്ളുന്നതുമൊക്കെ ഒരു വലിയ പാപമായിക്കൊണ്ട് നേരത്തെ തന്നെ ഇസ്ലാം മനുഷ്യനെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പ്രായത്തെപ്പറ്റിയും പ്രായത്തിൻ്റെ ദൗർബല്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ നമ്മെ ഉണർത്തുന്നുണ്ട്. സൂറത്തു ഗാഫിറിലെ 67-ാമത്തെ വചനമാണ് ഞാൻ ഓതിയത്. ഇവിടെ മനുഷ്യജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളെ സംബന്ധിച്ചാണ് ഖുർആൻ പരാമർശിക്കുന്നത്. ഹുവല്ലദീ ഖലഖകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ. അവനാണ് മണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവൻ, പിന്നെ ബീജഗണങ്ങളിൽ നിന്ന്, പിന്നെ അത് അലഖത്തായി മാറുകയുണ്ടായി. സുമ്മ യുഖ്രിജുക്കും തിഫ്ലൻ. അങ്ങനെ ആ ഭ്രൂണം ഒരു ശിശുവായി പുറത്തേക്ക് വരുന്നു. സുമ്മ ലിതബ്ലുഗു അശുദ്ധക്കും. ആ ശിശു വളർന്ന് വളർന്ന് അവന് ശക്തി പ്രാപിച്ചു വരുന്നു. സുമ്മ ലിതകൂനു ശുയൂഖൻ. പിന്നെ വീണ്ടും അത് വാർദ്ധക്യത്തിലേക്ക് പോകുന്നു. വമിൻകും മൻ യുതവഫാ മിൻ ഖബൽ. ഈ ചക്രം പൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് തന്നെ, നേരത്തെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചു പോകുന്നവരുണ്ട്. വലിതബ്ലുഗു അജലൻ മുസമ്മ. ഓരോരുത്തർക്കും നിശ്ചയിച്ച ആ നിർണിത അവധി എത്തുന്നവരുമുണ്ട്. എത്തുന്നതുവരെ ഓരോരുത്തരും ഇവിടെ ജീവിക്കുന്നു. വലഅല്ലക്കും തഅഖിലൂൻ. നിങ്ങൾ ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ആലോചിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മെ ഉണർത്തുന്ന കാര്യം, നമുക്കൊക്കെ പരിചയമുള്ള, നമുക്കൊക്കെ ബോധ്യമുള്ള, അറിയുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ്. ഓരോരുത്തരും അവനവനെ പറ്റി ആലോചിച്ചാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അൽഹത്താ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ. ശൈഅൻ മദ്കൂർ അല്ലാത്തൊരു കാലഘട്ടം നമുക്കൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളുടെ വയസ്സിൻ്റെ പിന്നെയും പിന്നോട്ട് നമ്മൾ പോയി നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ ഈ ഭൂമിയിൽ തന്നെ വന്നിട്ടില്ലാത്ത കാലം, ഗർഭപാത്രത്തിലിരുന്ന കാലം, അതിൻ്റെ മുമ്പ് നമ്മളെപ്പറ്റി ശൈഅൻ മദ്കൂറല്ല, പറയാവുന്ന തന്നെ ഒന്നല്ലാത്ത ഒരവസ്ഥ കടന്നുപോയവരാണ് നമ്മൾ. ആ കടന്നുപോയ മനുഷ്യർ അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ കടന്ന് പ്രായമായി വീണ്ടും അവൻ ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നു.
അതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ആ യാത്ര തിരിക്കുന്നതിലെ അവസ്ഥ അതൊരു പ്രകൃതിപരമായ നിയമമാണ് എന്ന് അവനെ പഠിപ്പിക്കാൻ വേണ്ടി അവൻ്റെ ചുറ്റും ധാരാളം മൃഗങ്ങൾ, പക്ഷികൾ, അതുപോലെ സസ്യലതാദികൾ എല്ലാം അവൻ്റെ ചുറ്റും തഴച്ചു വളരുന്നു. അവയുമൊക്കെ ഇതേ ചക്രം പൂർത്തിയാക്കിക്കൊണ്ട് അങ്ങനെ പോവുകയാണ്. ഒന്നും ഇവിടെ ശാശ്വതമായി നിൽക്കുന്നില്ല. മരങ്ങളും ചെടികളും ഒക്കെ വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. പ്രായമായി വരുന്നതിനെയും ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളെ തരണം ചെയ്യുന്നതിനെയും ഉദാഹരിച്ചുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെടികളെ നോക്കൂ, അതും ഇങ്ങനെ തന്നെയാണ്, നിങ്ങളെപ്പോലെ തന്നെയാണ്. ചെറുതായി, അങ്ങനെ വലുതായി, അങ്ങനെ ശക്തി പ്രാപിച്ച് വന്ന് പിന്നെ അത് മഞ്ഞപ്പ് ബാധിച്ച് പിന്നെ അത് ഇല്ലാതെയായി ഉണങ്ങി അങ്ങനെ പോകുന്നു. അതുപോലെ നമുക്ക് ചുറ്റും ജീവിക്കുന്ന ജീവജാലങ്ങളുടെ കഥയും അങ്ങനെ തന്നെയാണ്. നമ്മൾ വളർത്തുന്ന വളർത്തുമൃഗങ്ങളും നമുക്ക് ചുറ്റും പാറി നടക്കുന്ന പറവകളും ഏതെടുത്ത് നോക്കിയാലും അവയ്ക്കൊക്കെ ഈ ഘട്ടങ്ങളിലൂടെ അവയൊക്കെ കടന്നുപോയി ഇല്ലാതെയായി അങ്ങനെ പോകുന്നു. അതാണ് ജീവനുള്ള എല്ലാറ്റിൻ്റെയും അവസ്ഥ എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് കേവലം അറിഞ്ഞിരിക്കുക മാത്രമല്ല, ഓരോ സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഘട്ടത്തിലും മനുഷ്യന്റെ കാര്യത്തിൽ, അവൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, അവൻ്റെ ആഫിയത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗർഭസ്ഥ ശിശു മുതൽ പ്രത്യേകമായ പരിരക്ഷയും ശ്രദ്ധയും മനുഷ്യർക്ക് അല്ലാഹു നൽകുന്നു. ഓരോ കുഞ്ഞിനും നൽകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗർഭിണിയായിരിക്കുന്ന ഇണയുമായി ശാരീരിക ബന്ധം പുലർത്തുന്നത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ ഒരു വേള അത് വിരോധിക്കണം എന്ന് എനിക്ക് തോന്നുകയുണ്ടായി, അല്ലെങ്കിൽ വിരോധിക്കേണ്ടതല്ലേ എന്ന് എനിക്ക് തോന്നുകയുണ്ടായി. പക്ഷേ പിന്നീട് അതിനെപ്പറ്റി മനസ്സിലായി, ശാസ്ത്രീയമായി നോക്കുമ്പോൾ അതുകൊണ്ട് കുഞ്ഞിന് യാതൊരു ദോഷവും വരുന്നില്ല. ഗർഭസ്ഥ ശിശു ഗർഭിണിയായ ഒരു സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് കുഞ്ഞിനൊരു ദോഷവും വരുന്നില്ല എന്ന് ശാസ്ത്രീയമായി യൂറോപ്യന്മാരുടെയും മറ്റുമൊക്കെ സമ്പ്രദായത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അതൊരു തകരാറുള്ള കാര്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിൻ്റെ അർത്ഥം, അഥവാ അത് കുഞ്ഞിന് ദോഷകരമായിരുന്ന ഒരു കാര്യമായിരുന്നുവെങ്കിൽ ആ കാര്യം പോലും ഞാൻ വിരോധിക്കുമായിരുന്നു എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ജനിക്കുന്ന ഒരു ഭ്രൂണമാകുന്ന ഘട്ടം മുതൽ, അതൊരു ഗർഭസ്ഥ ശിശുവാകുന്നത് മുതൽ, പിന്നീട് പ്രസവിച്ച് മുലയൂട്ടുന്ന ഓരോ ഘട്ടത്തിലും ആ ശിശുവിനെ പരിപാലിച്ച് അതിനൊരു ദോഷവും വരാത്ത രീതിയിൽ അതിൻ്റെ ആരോഗ്യവും അതിൻ്റെ ഓരോ അവസ്ഥയും ശരിയായ രീതിയിൽ കാത്ത് സംരക്ഷിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഇസ്ലാമിലെ ഓരോ നിയമങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഓരോ നിയമങ്ങളും അങ്ങനെ തന്നെയാണ്. ആ അർത്ഥത്തിൽ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു പോകുന്ന പ്രായമായ ആളുകൾ, അവരെ സംബന്ധിച്ച് ഇസ്ലാം വളരെ കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവരുടെ ശരീരത്തിൻ്റെയും അവരുടെ മനസ്സിൻ്റെയും അവസ്ഥക്കനുസരിച്ചുള്ള നിയമങ്ങളാണ്. പ്രായമായ ആളുകൾക്ക് നിന്ന് നമസ്കരിക്കാൻ കഴിയാത്തവർക്ക് ഇരുന്ന് നമസ്കരിക്കാം, അതിനും കഴിയാത്തവർ കടന്ന് നമസ്കരിക്കാം. നോമ്പ് നോൽക്കുന്ന സമയത്ത് വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ, വളരെ പ്രയാസപ്പെട്ട് മാത്രമേ നോമ്പ് നോൽക്കാൻ കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ നോമ്പ് നോൽക്കണ്ട, അതിന് പകരം നിങ്ങൾ ഫിദിയ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹജ്ജിൻ്റെ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആരാധനാ കർമ്മങ്ങളിൽ വരെ പ്രായമായി വരുമ്പോൾ പ്രായത്തിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ആരാധനാ കർമ്മങ്ങളാണ് ഇസ്ലാം പോലും നിശ്ചയിച്ചിട്ടുള്ളത്. അതാണ് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ എന്ന തത്വമാണ് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുക. എളുപ്പമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, അല്ലാതെ പ്രയാസപ്പെടുത്തതല്ല. മറ്റു പല മതങ്ങളും അങ്ങനെയല്ല. മറ്റു പല മതങ്ങളിലും ശരീരത്തെ കൂടുതൽ പീഡിപ്പിക്കുകയും കൂടുതൽ പ്രയാസമനുഭവിക്കുകയും ചെയ്യുന്നതിന് പ്രത്യേകമായ പുണ്യം ലഭിക്കുന്നതുണ്ട്. പല
തീർത്ഥാടനങ്ങളിലേക്കും കാൽനടയായി ചെരുപ്പില്ലാതെ പ്രയാസം അനുഭവിച്ച് പോവുകയാണെങ്കിൽ അതാണ് വാഹനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം എന്നാണ് പല തീർത്ഥാടന കേന്ദ്രങ്ങളെ സംബന്ധിച്ചും പല മതങ്ങളും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ക്രൈസ്തവ മതം അങ്ങനെയാണ്, ഹിന്ദു മതത്തിലൊക്കെ അങ്ങനെയാണ്. അവിടെയൊക്കെ പല തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും അവർക്ക് നടന്നു പോകുന്നതാണ് വാഹനത്തിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ പുണ്യമായി ലഭിക്കുന്നത്. എന്നാൽ ഇസ്ലാമിൽ അങ്ങനെയല്ല. വാഹനത്തിൽ പോകാൻ കഴിയുന്ന ഒരാൾ അയാൾ സ്വയം ഞാൻ നടന്നാണ് പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തൊരു കാര്യം. അയാളങ്ങനെ ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരാൾ വളരെ ക്ഷീണിച്ച് പരവശനായി വരുന്നത് കണ്ടു. ആളുകളൊക്കെ അയാളെ തലയിലൂടെ വെള്ളമൊഴിക്കുന്നതൊക്കെ കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, എന്താണ് ഈ കാര്യം? അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, അയാൾ നടന്നു വന്ന് ഹജ്ജ് ചെയ്യണമെന്ന് തീരുമാനിച്ച ഒരാളാണ്, നടന്നു വന്ന് ഉംറ തീർത്ഥാടനം നടത്തണമെന്ന് തീരുമാനിച്ച ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കോപിഷ്ഠനായിട്ട് റസൂലുള്ള പറഞ്ഞു, കയറാൻ പറയും, അയാളോട് വാഹനത്തിൽ കയറാൻ പറയും എന്ന് റസൂലുള്ള പറഞ്ഞു. അതാണ് ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളുടെ എല്ലാം രീതി. അപ്പോൾ സാധിക്കുന്ന സന്ദർഭത്തിൽ സാധിക്കാത്ത സന്ദർഭവും അതിനെ രണ്ടും പരിഗണിച്ചുകൊണ്ടാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. ഒരു നഫ്സിനും ഒരാൾക്കും അവൻ്റെ കഴിവിൽപ്പെട്ടതിനപ്പുറമുള്ള കൽപ്പനകളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ മതശാസനകളോ ഇസ്ലാം നൽകുന്നില്ല. ഒക്കെ അവനവൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രായമാകുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ശരിയായി ഇസ്ലാം പരിഗണിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള നിയമങ്ങൾ മാത്രമേ ഇസ്ലാമിലുള്ളൂ എന്ന്. പിന്നെ പ്രായമാകുന്നതിൻ്റെ പല അടയാളങ്ങളും ഖുർആൻ നമുക്ക് മറ്റു പല രീതിയിലും പറഞ്ഞു തന്നിട്ടുണ്ട്. സക്കരിയ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ ഖാല റബ്ബി ഇന്നി വഹനൽ അളുമു ഇന്നി വഷ്തഅല റഅസു ശൈബ. ഇതൊക്കെ പ്രായത്തിൻ്റെ ഭാഗമാണ്. പ്രായമാകുമ്പോൾ എല്ലുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്നു, തലമുടി നരച്ചു പോകുന്നു. അതൊരു പ്രയാസമായിക്കൊണ്ട്, തൻ്റെ ഒരു ദുർബലതയായിക്കൊണ്ട് അത് മുന്നിൽ വെച്ചുകൊണ്ട് സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നതും ആ പ്രാർത്ഥന വളരെ പുണ്യപ്പെട്ടൊരു പ്രാർത്ഥനയുമാണ്. അപ്പോൾ പ്രായമായി വരുമ്പോൾ നടക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരാൾക്ക് തൻ്റെ ഈ പ്രയാസവും ബുദ്ധിമുട്ടും മുന്നിൽ വെച്ചുകൊണ്ട് അവന് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ അവന് പ്രതിഫലം ലഭിക്കുന്ന അല്ലെങ്കിൽ അതിനുത്തരം ലഭിക്കുന്ന ഒരവസ്ഥയാണുള്ളത് എന്ന്. അതുപോലെ പ്രായമായി വരുമ്പോൾ തൻ്റെ സന്താനോൽപാദന ശേഷി ഇല്ലാതെയായി പോകുന്നു. അതൊക്കെ ഖുർആനും അതിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഖാല റബ്ബി അന്നാ യകൂനു ലി ഗുലാമുൻ വകാനത് ഇംറാതി ആഖിറൻ ഖദ് ബലഗ്തു മിനൽ കിബരി ഇതിയ്യ. എങ്ങനെയാണ് എനിക്ക് കുഞ്ഞുണ്ടാകുക? എൻ്റെ ഭാര്യയാണെങ്കിലോ പ്രസവിക്കാത്തവളാണ്, എനിക്കാണെങ്കിൽ പ്രായവുമായില്ലേ, പ്രായമായിട്ടും കുഞ്ഞുണ്ടാകുന്നത് എങ്ങനെ? അങ്ങനെയാണ് ഈ സക്കരിയ അലൈഹി സ്വലാം പറഞ്ഞത്. അതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രായമായ ഭാര്യയ്ക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്നു, ഇസ്ഹാക്ക് എന്നൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ അവർക്ക് വല്ലാത്ത അത്ഭുതം ഉണ്ടായി. അവർക്ക് ചിരി വന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ചിരി വന്നു, എനിക്ക് കുഞ്ഞോ? അവരെ ചോദിച്ചു, കാലത്ത് യാ വൈലത്ത അലിദു, ഞാൻ പ്രസവിക്കേ എന്നവർ ചോദിച്ചു. വാന അജൂസുൻ വഹാദ ബഅലി ശൈഖൻ. രണ്ടുപേരും അതിന് ഒരു സന്താനോൽപാദനത്തിന് ഉള്ള അവസ്ഥയിലുള്ളവരല്ല. വാന അജൂസുൻ, ഞാനൊരു കിഴവിയാണ്. വഹാദ ബഅലി, എൻ്റെ ഭർത്താവാകട്ടെ ഒരു ഷെയ്ഖാണ്, അദ്ദേഹം ഒരു വയസ്സനുമായിട്ട്. ഇനി എനിക്ക് കുഞ്ഞുണ്ടാവുകയോ? പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞുണ്ടാകുക എന്നതുണ്ടാവില്ല. സാധാരണ ഈ അജൂസ് എന്നുള്ള പദം അറബി ഭാഷയിൽ സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്നതാണ്. അജൂസ് എന്ന് പറഞ്ഞാൽ സാധാരണ അതിൻ്റെ അർത്ഥം കഴിവില്ലാത്തവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. കഴിവില്ലാത്തവൾ എന്നാണ്. അപ്പം എന്താണ് ഈ കഴിവില്ലാത്തവൾ? അതിനെ സംബന്ധിച്ച് ഭാഷാ പണ്ഡിതന്മാർ പറയണത് അവരുടെ സന്താനോൽപാദന കഴിവ് അവർക്ക് ഇല്ലാതെയാകുന്ന പ്രായം, ഇനി പ്രസവിക്കാത്ത പ്രായം, അതിലേക്ക് കടന്നു വരും. അപ്പോഴാണ് അവർ അജൂസായി മാറുന്നത്, അജിസായി അവർക്ക് വരുന്നത്. അതുകൊണ്ടാണ് അത് സ്ത്രീകൾക്ക് പ്രത്യേകമായി ആ ഒരു പദം ആ രീതിയിൽ പ്രയോഗിക്കപ്പെടുന്നത് എന്നാണ് ഭാഷാ പണ്ഡിതന്മാരിൽ ചിലരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഖുർആൻ പറയുന്നു പ്രായത്തിൻ്റെ മറ്റൊരവസ്ഥയെ സംബന്ധിച്ച് അവശവാർദ്ധക്യം എന്ന് നമ്മൾ പറയും.
അർദലുൽ ഉംർ, അവനവനെ പറ്റി തന്നെ അറിയാത്ത ഒരു കാര്യം. വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തല കീഴാക്കി മാറ്റുന്നു, അവന്റെ അവസ്ഥയെ തല കീഴാക്കി മാറ്റുന്ന അവസ്ഥയുണ്ട്. വമൻ നുഅമ്മിറുഹു, നാം ഒരാൾക്ക് ദീർഘായുസ് നൽകിയാൽ നുനക്കിസുഹു ഫിൽ ഖൽഖി, അവന്റെ പ്രകൃതി തലകീഴായി മാറും. അത് തലതിരിച്ച് കൊണ്ടുവരും, പ്രകൃതിയെ തലതിരിച്ചു കൊണ്ടുവരും. അവന്റെ ശൈശവ ദശയിലേക്ക് തന്നെ അവൻ മടങ്ങും. ആയുസ് ദീർഘിച്ച് പോകുമ്പോൾ അവന് മുമ്പുണ്ടായിരുന്ന ശൈശവ ദശയിലേക്ക് തന്നെ അവൻ മടങ്ങും. അതിനാണ് അവശവാർദ്ധക്യം. അതിന് അറബി അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് അർദലുൽ ഉംർ എന്നാണ്, അവശവാർദ്ധക്യം. ഈ അവശവാർദ്ധക്യത്തിലേക്ക് എത്താതിരിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉംർ, എന്നെ അവശവാർദ്ധക്യത്തിലേക്ക് പടച്ചവനെ നീ എന്നെ എത്തിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. കാരണം അവശവാർദ്ധക്യം എന്ന് പറയുമ്പോൾ അവൻ നുനക്കിസുഹു, അവൻ തല തിരിഞ്ഞ് ആദ്യത്തെ അവസ്ഥയിലേക്ക് തന്നെ വീണ്ടും പോവാൻ. അവൻ കുഞ്ഞിനെ പോലെ, ചെറിയ കുട്ടികളെ പോലെയാവും. മലമൂത്ര വിസർജനത്തെ പറ്റി അവനറിയില്ല, സംസാരിക്കുന്നതിനെ പറ്റി ബോധം ഉണ്ടാവില്ല, പറയുന്നതിനെ പറ്റി എന്താണെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് പ്രായം കൂടിക്കൂടി വരുമ്പോൾ മനുഷ്യൻ എത്തും. വല്ലാഹു ഖലഖക്കും സുമ്മ യതവഫാക്കും വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉംർ ലികൈ ലാ യഅലമ ബഅദ ഇൽമിൻ ഷൈഅ. അങ്ങനെയാണ് ഈ അർദലുൽ ഉംറിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അവശവാർദ്ധക്യത്തെ പറ്റി അങ്ങനെയാ പറഞ്ഞത്, ലികൈ ലാ യഅലമ ബഅദ ഇൽമിൻ ഷൈഅ. ഒക്കെ അറിയുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഒന്നും അറിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് അവൻ നീങ്ങിപ്പോകും. ആ പ്രായത്തിലേക്ക് എത്തരുതേ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ അത് അള്ളാഹു തീരുമാനിക്കുന്നതാണ്. ചിലപ്പോൾ ചില മക്കളെ, ചില കുടുംബങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയായിരിക്കും പരീക്ഷിക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ മുമ്പിൽ അവശവാർദ്ധക്യത്തിലെത്തിയ ആണോ പെണ്ണോ അഥവാ ഉമ്മയോ ഉപ്പയോ വല്യമ്മയോ വല്യപ്പയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ പ്രത്യേകിച്ച് യാതൊരു പ്രയാസമില്ല. മാനസികമായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം മനസ്സുകൊണ്ട് അവർക്ക് വളരെ സന്തോഷമായിരിക്കും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ബോധമുണ്ടെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം അവർ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിക്കുള്ളൂ. മലമൂത്ര വിസർജനം അതൊക്കെ അവർ അതേ സ്ഥലത്ത് അങ്ങനെ നിർവഹിക്കുന്നു. അതിലൊരു പ്രയാസം ബുദ്ധിമുട്ടും തോന്നുക എന്ന് പറയുന്നത് അവന് ആരോഗ്യം ഉണ്ടാകുമ്പോഴേ മനുഷ്യന് തോന്നുള്ളൂ. അല്ലാത്ത സമയത്ത് അതൊക്കെ കുട്ടികൾക്ക് അതിലൊന്നൊരു പ്രയാസമില്ലല്ലോ, അതുപോലെ തന്നെയായി മാറും. പക്ഷെ അങ്ങനത്തെ ആളുകളെ അവർക്ക് നിസ്കരിച്ചോളണമെന്നില്ല, അവർക്ക് നോമ്പെടുത്തോളണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്ന ഈ മതകൽപ്പനകളൊന്നും അവർക്ക് ബാധകമാകേണ്ടതില്ല. അവർക്ക് ബോധവും കാര്യവും ശരിയായ അർത്ഥത്തിലില്ലാത്തത് കൊണ്ട് പിന്നെ എന്തിന് അവർ നമ്മളുടെ മുമ്പിൽ, നമ്മുടെ വീട്ടിൽ എന്തിന് അങ്ങനെ ഒരാൾ ജീവിക്കുന്നു? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വീട്ടുകാർക്ക് സ്വർഗത്തിന് വേണ്ടിയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ആ വീട്ടുകാർക്ക്, അവരെ പരിരക്ഷിക്കുന്ന ആ മകന്, മകൾക്ക്, പേരക്കുട്ടികൾക്ക്, അവർക്ക് സ്വർഗം നേടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിയൊരുക്കുകയാണ്. അഥവാ അവർക്കതൊരു വലിയ പരീക്ഷണം. അതുകൊണ്ട് ആ ഒരു ബോധത്തിലേ നിങ്ങൾ അവരോട് പെരുമാറാവൂ. അവരോട് നിങ്ങൾ വളരെ സൗമ്യമായി പെരുമാറണം. അവരുടെ ആവശ്യങ്ങൾ നിങ്ങൾ നിർവഹിക്കണം. ഈ ബോധം എപ്പോഴും നിങ്ങളിൽ ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നല്ലോ, വമൻ അദ്റക അബവൈഹി ഔ അഹദഹുമാ ഫലം യബിർറഹുമാ ഫമാത ഫദഖലൻ. ഒരു മനുഷ്യൻ വളരെ നിർഭാഗ്യവാനായ ഒരു മനുഷ്യനെ പറ്റി റസൂലുള്ള പറഞ്ഞതാണ്. അയാൾക്ക് അയാളുടെ ഉമ്മാനും വാപ്പാനും പ്രായമായ അവസ്ഥയിൽ കൂടെ കിട്ടി. പ്രായമായ അവസ്ഥയിൽ, അതായത് അവശവാർദ്ധക്യത്തിലൊന്നും എത്തിയിട്ടില്ല, പ്രായമായ അവസ്ഥയിൽ ഉമ്മാനും വാപ്പാനും കൂടെ കിട്ടി. എന്നിട്ട് ആ മനുഷ്യൻ ആ ഉമ്മാനോടും വാപ്പാനോടും നല്ല പുണ്യൊന്നും ചെയ്യാതെ നരകത്തിൽ പോയല്ലോ. അതാണ് റസൂലുള്ള പറഞ്ഞത്. അങ്ങനെ നരകത്തിൽ അയാൾ പോകേണ്ടി വന്നല്ലോ. അപ്പോൾ പ്രായമായ ഉമ്മാനും വാപ്പാനും നമ്മുടെ കൂടെ കിട്ടുക, നമ്മൾ ജീവിക്കുമ്പോൾ കൂടെ ഉണ്ടായി വരിക എന്ന് പറയുന്നത് അതൊരു മഹാഭാഗ്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇടക്കിടക്ക് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമ്മളെ കൂട്ടത്തിലെ, നമ്മൾക്കിടയിൽ ജീവിക്കുന്ന പ്രായമായ ആളുകൾക്ക് അവർക്ക് അവരുടെ വീട്ടിൽ അവരുടെ മക്കളിൽ നിന്നോ
അല്ലെങ്കിൽ മരുമക്കളിൽ നിന്നോ പേരക്കുട്ടികളിൽ നിന്നോ ഒന്നും ഒരു പ്രയാസമില്ലാതെ സന്തോഷത്തോടു കൂടി അവർക്ക് ജീവിക്കാൻ കഴിയണം. കാരണം അങ്ങനെ ഒരു ഉമ്മാനും വാപ്പാനും തൻ്റെ കൂടെ പ്രായമായ ഒരു സന്ദർഭത്തിൽ ജീവിക്കാൻ തനിക്ക് കിട്ടിയല്ലോ, പടച്ചോൻ എനിക്ക് തന്നല്ലോ എന്നതിന് നന്ദി കാണിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, പ്രായമായ ആളുകൾക്ക് ഇസ്ലാം നൽകുന്ന ആ ഒരു പദവി എത്ര വലിയ പദവിയാണ്. അവരെ ഏതർത്ഥത്തിലും അവർക്ക് മക്കൾ ബാക്കിയുള്ള ആളുകൾ. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റില് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വൃദ്ധസദനം എന്ന് പറഞ്ഞതില്ലല്ലോ. അതിൻ്റെ അർത്ഥം നാട്ടിൽ വൃദ്ധസദനം വേണ്ടെന്നല്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അജണ്ടയിൽ ഒരു വൃദ്ധസദനമില്ല. അവൻ പ്രായമായ ആളുകൾ സ്വന്തം വീട്ടിൽ സ്വന്തം മക്കളുടെ അല്ലെങ്കിൽ തൻ്റെ ബന്ധപ്പെട്ടവരുടെ പരിചരണത്തിൽ സുഖമായി വളരുന്നു, അല്ലെ സുഖമായി ജീവിക്കുന്നു എന്നുള്ളതാണ്. അതല്ലാതെ ആട്ടും തുപ്പും കേട്ട് ജീവിക്കുന്നു എന്നുള്ളതല്ല. ആട്ടും തുപ്പും കേട്ട് ജീവിക്കുന്ന ധാരാളം മനുഷ്യന്മാർ, പാവപ്പെട്ട പ്രായമായ ആളുകൾ, ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല. മകൻ വന്ന് ചീത്ത പറയാം, അതുപോലെ മരുമകൾ ചീത്ത പറയാം, മരുമകൾ രൂക്ഷമായി സംസാരിക്കുക, അതുപോലെ മകൻ രൂക്ഷമായി സംസാരിക്കുക. മകനും മരുമകളും രൂക്ഷമായി സംസാരിച്ചാൽ പിന്നെ അവരുടെ മക്കൾ ഏതായാലും വളരെ രൂക്ഷമായി സംസാരിക്കുള്ളൂ. അത് നമ്മൾ രൂക്ഷമായി സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഉമ്മയും വാപ്പി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, മക്കളും കൂടെ ഉണ്ടെങ്കിൽ, ആ മക്കളെ മുമ്പിൽ നിന്ന് ഉമ്മാനോടും വാപ്പാനോടും നിങ്ങൾ എത്ര ആദരവോടെയും ബഹുമാനത്തോടും നിങ്ങൾ അവരെ പരിരക്ഷിക്കുകയും അവരെ നിങ്ങൾ പരിപാലിക്കുകയും ചെയ്യുന്നുണ്ടോ, എന്നാൽ നിങ്ങളുടെ മക്കൾക്ക് അതൊരു പാഠമായി മാറും. നിങ്ങളുടെ മക്കളുടെ മനസ്സിൽ അതെന്നും ഉണ്ടാവും. അവർ പറയും, എൻ്റെ വാപ്പ എൻ്റെ ഉമ്മാനെ നോക്കി ആ നോട്ടമുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ ബാപ്പ എൻ്റെ വാപ്പാനെ അവരെ വാപ്പാനെ നോക്കിയ നോട്ടം ഇപ്പോഴും ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്നുണ്ട് എന്ന് ആ കുട്ടികൾ പറയണം. ആ കുട്ടികൾക്ക് വാപ്പ ഉമ്മാനെ വന്നിട്ട് ചീത്ത പറയണത്, അല്ലെങ്കിൽ പിന്നെ മരുമകൾ അല്ലെങ്കിൽ വാപ്പ മകള് ഉമ്മാനെ ചീത്ത പറയുകയോ അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുകയോ ചെയ്യണത്, അത് കണ്ടു വളരുന്ന കുട്ടികൾ ഈ വല്യമ്മാനോടും വല്യപ്പാനോടൊന്നും ഒരു ബഹുമാനം ഉണ്ടാവില്ല. വാസ്തവത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു വലിയ മറ്റൊരവസ്ഥകൾ ആലോചിച്ച് നോക്കൂ. പലപ്പോഴും ഈ പേരക്കുട്ടികളോടായിരിക്കും സ്വന്തം മക്കളോടുള്ളതിനേക്കാൾ കൂടുതൽ വാത്സല്യവും സ്നേഹവും ഒക്കെ ഈ വല്യപ്പാരും വല്യമാർക്കൊക്കെ പേരക്കുട്ടികളോടായിരിക്കും. എന്തുകൊണ്ടാണത്? അതിൻ്റെ കാരണം അവർ പ്രായമായി വരുമ്പോൾ തങ്ങളോടൊത്ത് ആ കളിയും ചിരിയും ആ ചെറുപ്പകാലത്തേക്ക് അവരെ തിരിച്ചു കൊണ്ടുപോകുന്നത് ഈ ചെറിയ കുട്ടികളാണ്. ഈ ചെറിയ കുട്ടികളാണ് അവരുടെ ചെറുപ്പകാലത്തേക്ക്. നേരെ മറിച്ച് അവർക്ക് മക്കൾ ജനിക്കുന്ന സന്ദർഭത്തിൽ അവർ ജീവിതത്തിലെ പല പ്രശ്നങ്ങളിലും ഓടി നടക്കുകയാണ്. അവർ ജോലിത്തിരക്കിൽ മറ്റു പലതിലുമാണ്. എന്നാൽ പ്രായമാകുമ്പോൾ വല്യപ്പയായും വല്യമ്മയായും ഒക്കെ വരുമ്പോൾ അവർ ജോലിത്തിരക്കൊക്കെ മാറി വളരെ ശാന്തമായി ജീവിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് ഒരു പേരക്കുട്ടി ഉണ്ടാവുമ്പോൾ അതിനോടൊരു വല്ലാത്ത അറ്റാച്ച്മെൻ്റ് അങ്ങനെയായിരിക്കും. ഈ പേരക്കുട്ടി തന്നെ കുറച്ചുകൂടി വലുതാകുമ്പോൾ ചീത്ത പറയുകയോ അല്ലെങ്കിൽ തന്നെ ആട്ടിപ്പുറത്താക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അത് മക്കൾ ആ വാപ്പാനോട് ആ രീതി പെരുമാറാത്തത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്, പ്രായമായ ഉമ്മയും വാപ്പയും കൂടെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ എന്തുകൊണ്ടും ആദരിക്കണം, ബഹുമാനിക്കണം. അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരെ പുറത്തേക്ക് കൊണ്ടുപോകണം. നമ്മൾ പുറത്തേക്ക് പല രീതിയിൽ പോകുമ്പോൾ അവരെയും കൂടെ കൂട്ടണം. അവർക്ക് എന്താണ് സന്തോഷം, ആ സന്തോഷത്തിൽ നമ്മൾ പങ്കാളികളായിക്കൊണ്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു വിശാലമായ മനസ്സ് നമുക്കുണ്ടായാൽ നമുക്കും ആ പ്രായമെത്തും. അത് കുടുംബജീവിതത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന വലിയൊരു തത്വമാണത്. എല്ലാവരും ഈ പ്രായത്തിലേക്ക് എത്തും. ആ പ്രായത്തിലെത്തുമ്പോൾ ആ നമ്മുടെ മക്കളും നമ്മളോട് ആ രീതിയിൽ പെരുമാറും. എങ്ങനെയാണോ നമ്മൾ നമ്മുടെ അമ്മമാരോടും പാപ്പാനോടും പെരുമാറുന്നത്, അതുപോലെ ആയിരിക്കും നമ്മളോട് നമ്മളെ മക്കളും പെരുമാറുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം. അപ്പോൾ പ്രായമായി ഉണ്ടാകുന്ന ആളുകളോടുള്ള ആ ഒരു പ്രത്യേകത അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ശുദ്ധ ഖുർആൻ പറഞ്ഞ ആ വാചകം തന്നെ മതിയല്ലോ നമുക്ക്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. അങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞത്? എന്ന് നിങ്ങളെ ഉമ്മാനോടോ
വാപ്പാനോടോ അവർ പ്രായമായവരായി നിങ്ങളെ കൂടെ ഉണ്ടാവുമ്പം പറയരുത്. അപ്പോൾ അല്ലാത്ത സമയത്ത് പറയാന്നല്ല, പ്രായമായി ഉള്ള കൂടെ സന്ദർഭത്തിൽ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ഉമ്മയോ വാപ്പയോ ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ എന്തായാലും അങ്ങനെ പറയാൻ പാടില്ല. ചെറുതായ രീതിയിൽ പോലും ഒരു നീരസം പ്രകടിപ്പിക്കുക. ഉഫിൻ എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം മലയാളത്തിൽ നമുക്ക് പറയാവുന്ന ഒരു പദം നമ്മൾ പറയാണ് ഛേ എന്ന് പോലും എന്നൊക്കെ. പക്ഷെ വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം എന്തുള്ളൂ? ചെറിയ നീരസം പ്രകടിപ്പിക്കുന്നതിനാണ് അറബി ഭാഷയിൽ ഉഫിൻ എന്ന് പറയാം. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ഐ എന്താണ് എന്ന് പറയുമ്പോൾ ഐ എന്ന് നമ്മൾ പറയുമ്പോൾ തോന്നുന്ന ഒരു നീരസം ഉണ്ടല്ലോ, ആ നീരസം പോലും നിങ്ങൾ പ്രായമായ ഉമ്മയും വാപ്പി നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രകടിപ്പിക്കരുത് എന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് പറയുന്നത് ഫലാ തഖുല്ലഹുമാ വലാ തൻഹറുഹുമാ, അവരൊരിക്കലും നിങ്ങൾ അകറ്റരുത്. അങ്ങനെ ചെയ്യുന്ന ആളുകളില്ലേ? പല ആളുകളും വിവാഹം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പല പ്രശ്നങ്ങൾ കൊണ്ടും മാതാപിതാക്കളോട് പിണങ്ങി നടക്കുന്ന ആളുകളുണ്ട്. മാതാപിതാക്കളോട് പിണങ്ങി നടക്കുകയാണ്. എന്താ പ്രശ്നം? അത് ഭാര്യയായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളിൽ ഭാര്യൻ്റെ ഭാഗം കൂടി ഉമ്മാനെയും വാപ്പാനെയും ഒന്നുമല്ലാതെയാക്കി മാറ്റുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ അവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. അതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന അവസ്ഥ മനുഷ്യന് വരും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഉണ്ടാകരുത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ വഖ്ഫിൽ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിൻ്റെ ചിറക് എപ്പോഴും കരുണയോടുകൂടി എപ്പോഴും സന്തോഷം നൽകുന്ന രീതിയിൽ. അപ്പോൾ പ്രായമായ ആളുകൾക്കുള്ള സന്തോഷം എന്താണ്? അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അവരുമായി സംസാരിച്ചിരിക്കുക. അതുപോലെ തന്നെ അവരുമായി അവരെ വേറെ താമസിക്കുന്നവരാണെങ്കിൽ മക്കൾ, സാധാരണ നിലക്ക് ഒരാൾ സ്വന്തം ജനിച്ച് വളർന്ന അല്ലെങ്കിൽ താൻ ജീവിച്ച് വളർന്ന വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് എത്ര സൗകര്യമുള്ള വീടാണ് മകൻ്റെ വീട് എന്നുണ്ടെങ്കിലും എത്ര സൗകര്യ വീടാണ് മറ്റുണ്ടെങ്കിലും സാധാരണ നിലക്ക് താൻ ജനിച്ച് അല്ലെങ്കിൽ താൻ ജീവിച്ച് വളർന്ന വീട്ടിൽ നിന്ന് പോകാൻ ഒരു പ്രയാസമുണ്ടാകും. അപ്പോൾ പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കും എന്താണ് ഒരു ഉമ്മയും വാപ്പി ഒറ്റക്കൊരു വീട്ടിൽ അങ്ങ് താമസിക്കണേ, മക്കളൊക്കെ അങ്ങേപ്പുറത്ത് നല്ല നല്ല മണിമന്ദിരങ്ങളെടുത്ത് സുഖമായി ജീവിക്കണേ, എന്താ അവരെ നോക്കാത്തത്? അപ്പം അതിൽ ഈ മക്കൾക്ക് ന്യായം ഉണ്ടാവും പലപ്പോഴും. കാരണം ഈ ഉമ്മയും വാപ്പയും ഒരിക്കലും അവർ ആ വീട് വിട്ടു പോരാൻ തയ്യാറുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ മക്കൾ നിരന്തരം ആ ഉമ്മൻ്റെയും വാപ്പൻ്റെയും അല്ലെങ്കിൽ ഉമ്മയുള്ളെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ വാപ്പയുള്ളെങ്കിൽ വാപ്പ അവരുടെ അടുക്കൽ നിത്യ സന്ദർശകരായി സ്ഥിരമായി അവരുടെ കൂടെ അവരുടെ അടുക്കലേക്ക് ചെന്ന് ആ സാന്നിധ്യം അവിടെ ഉണ്ടാക്കുന്നത് അവർ ശ്രദ്ധിക്കണം. അങ്ങനെ ആ രീതിയിൽ അവർക്കൊരു പ്രയാസമില്ലാത്ത രീതിയിൽ തന്നെ ആ കാര്യങ്ങൾ അവർ നിർവഹിക്കാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ അത് പ്രായമായ ആളുകളെ പറ്റി തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞത്, അമറനി ജിബ്രീൽ അൻ ഉഖദ്ദിമൽ അകാബിർ, മുതിർന്നവർക്ക് എപ്പോഴും മുൻഗണന നൽകണം, പരിഗണന നൽകണം എന്ന് ജിബ്രീൽ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു പ്രശ്നം പറയാൻ വേണ്ടി കുറച്ച് ആളുകൾ ഒരിക്കൽ കയറി വന്നു. അതിൽ പ്രശ്നം പറയാൻ വേണ്ടി ആ കൂട്ടത്തിലെ ഒരു ചെറുപ്പക്കാരനായ ഒരാൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന ഞാൻ പറയാമെന്ന് നിന്നപ്പം റസൂലുള്ളാഹി നീ അവിടെ ഇരിക്ക്, മുതിർന്നവർ പറയട്ടെ എന്ന് പറഞ്ഞു. മുതിർന്നവർ പറയട്ടെ, ആ കൂട്ടത്തിലെ കാരണവന്മാരാരാണ് അവരോട് ആ വിഷയം പറയാൻ വേണ്ടി പറഞ്ഞു. അവർക്കതിന് ആ സ്ഥാനം നൽകേണ്ടതുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു അതാണ് മുതിർന്നവരെ ആദരിക്കുക എന്ന് പറയുന്നത്. അവർക്ക് നൽകേണ്ട പദവിയും സ്ഥാനവും അവർക്ക് നൽകണം, അല്ലാതെ അവർക്ക് കുറേ തിന്നാൻ ധാരാളം കൊടുത്തുകൊണ്ട് കാര്യമല്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ മുതിർന്നവർ അനുഭവിക്കണം മറ്റൊരു പ്രയാസമുണ്ട്. അത് മക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. മക്കൾ അവർക്ക് ആവശ്യമുള്ളത് തിന്നാനും മറ്റു സൗകര്യങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കുന്നുണ്ടാവും. അത് മാത്രം മതിയാവില്ല. ചിലപ്പോൾ അവർ ഒന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ കൂട്ടുകാരുടെ അടിയിൽ പോകുമ്പോൾ അവർക്ക് ഒരു പോക്കറ്റ് മണി കൂടി അവരെ കയ്യിൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാകണം. എന്നാൽ അവർക്ക് സ്വന്തമായി ഉപയോഗിക്കാൻ അവരുടെ കയ്യിൽ എന്തെങ്കിലും പണം മക്കൾക്ക് നൽകാൻ കഴിയണം. എന്താ അപ്പം വാപ്പാക്ക് എന്തിനാ അല്ലെങ്കിൽ പണത്തിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ ഉമ്മാക്ക് എന്തിനാ പണത്തിൻ്റെ ആവശ്യം? അങ്ങനെയാണ് പല ആളുകളും പറയാറുള്ളത്. പല പ്രായമായ മാതാക്കളും അതുപോലെ പിതാക്കളും ഈ പ്രശ്നങ്ങൾ നമ്മളോടൊക്കെ വന്ന് പങ്കുവെക്കാറുണ്ട്. മക്കൾ വിചാരിക്കും നമുക്കെന്തിനാ പണം, നമുക്കെന്തിനാ എന്താ വിചാരിക്കുക, നമുക്കും ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവർക്കൊരു 10 രൂപ എടുത്തു കൊടുക്കാനുള്ള ആഗ്രഹം ഉണ്ടാവൂലേ, അതിന് നമ്മളെ കയ്യിൽ പണം വേണ്ടേ? അപ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പ്രായമായ ഉമ്മൻ്റെയും
അപ്പന് കയ്യിൽ തൻ്റെ കയ്യിൽ പണം ഉണ്ടാവുമ്പോൾ അതിനൊരു കുറച്ച് അവരുടെ കയ്യിലും കൊടുക്കുക. അത് വരുന്ന ആളുകൾക്ക് ഉമ്മ കൊടുത്തോളൂ, അല്ലെ ഇപ്പ കൊടുത്തോളൂ, അല്ലെ ഇപ്പാക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ കൂട്ടുകാരുടെ കൂടെ ഒന്ന് പോയി ഇരിക്കുമ്പോൾ ആ കൂട്ടത്തിലൊരു ഇങ്ങനത്തെ ഇതൊക്കെ അവരെ നമ്മൾ പരിഗണിക്കുന്നതിൻ്റെ ഭാഗമാണ്. അങ്ങനെ ജീവിതത്തിലെ ആ വശങ്ങളടക്കം പരിഗണിക്കേണ്ടതുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് ഈ വൃദ്ധസദനങ്ങൾ ആവശ്യമാണ്. അത് മുസ്ലിങ്ങളായ നമുക്കല്ല. ഇവിടെ ഈ തത്വമൊക്കെ പാലിക്കാതെ ഈ പ്രായമേറിയ ആളുകളെ വഴിയിലേക്ക് തള്ളിവിടുന്ന ധാരാളം മനുഷ്യന്മാരുണ്ട്. അവരെ വഴിയിലേക്ക് തള്ളിവിടുന്ന പത്രങ്ങളിലൊക്കെ നിങ്ങൾ പലപ്പോഴും വായിക്കുന്നുണ്ടാവും. ആ വഴിയിലേക്ക് തള്ളിവിടുന്ന ആളുകളെ നമ്മൾ സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. മുസ്ലിം സമൂഹം എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അത് ഏത് മതവിശ്വാസിയായാലും അതിൽ മതം ജാതി മതം ഒന്നും അതിൽ നോക്കണ്ടല്ലോ, മനുഷ്യൻ എന്നേ അതിൽ നോക്കണ്ടുള്ളൂ. അങ്ങനത്തെ ആളുകൾ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് റോഡരികിൽ പ്രായമായി അവശതയോട് കൂടി നിൽക്കുന്ന ആളുകളെ അവരെ പരിരക്ഷിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാകണം. അപ്പം അത് വൃദ്ധസദനമായാലും എന്തായാലും അതുണ്ടാകണം. അത് സ്വന്തം മാനിയും വാപ്പാനെയും അവിടെ ആക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് ഈ ബോധമില്ലാത്ത മനുഷ്യര് പുറത്തേക്ക് തള്ളിവിടുന്ന ആളുകളെ പരിരക്ഷിക്കാൻ അത്തരം ആലയങ്ങൾ, സദനങ്ങൾ ആവശ്യമാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ആ അർത്ഥത്തിലേ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. യൂറോപ്യൻ നാടുകളിൽ അങ്ങനെയൊന്നുമല്ല. വൃദ്ധസദനങ്ങൾ എന്ന് പറയുന്നത് സ്വന്തം മാതാപിതാക്കളെ കൊണ്ട് ആക്കാനുള്ള ഒരു സ്ഥലമായിക്കൊണ്ടാണ്. നമ്മളുടെ മുസ്ലിങ്ങളുടെ ഇടയിൽ അതുണ്ടാകാൻ പാടില്ല. സ്വന്തം മാതാപിതാക്കൾ തൻ്റെ വീട്ടിൽ തന്നോടൊപ്പം എല്ലാ ആദരവോടുകൂടിയും വളരട്ടെ, അവർ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ശരി. പക്ഷേ സമൂഹത്തിൽ പുറത്തേക്ക് തള്ളപ്പെടുന്ന മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തതുമായ ആളുകൾ, അവരെ പരിരക്ഷിക്കാൻ അത്തരം സദനങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെ പ്രായമായ ആളുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏതെല്ലാം രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. ആ ഒരു ആദരവും ബഹുമാനവും അവരുടെ പരിഗണനയും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരം ബോധമുള്ള അത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.